ഓയ് ആ ഞാൻ എല്ലാ ദിവസവും ശ്രദ്ധിക്കണ്ട, എല്ലാ ദിവസവും ഇവിടെ പണിയാനുള്ള ഭയങ്കര. വൈഫില്ലല്ലോ, വൈഫ് അവളുടെ വീട്ടിലല്ലേ. ആണോ? അപ്പൊ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കിട്ടാ. നാണക്കേടാണ് കേട്ടോ നമ്മ ആണുങ്ങൾ പണിയൊക്കെ ചെയ്യും. ഞാൻ വേറെ വീട്ടിൽ പോയല്ലേ, ഞാൻ എന്റെ വീടിന്റെ മുറ്റൊന്ന് വൃത്തിയാക്കല്ലേ. പറഞ്ഞതേ ഉള്ളു. എടാ അമ്മക്ക് സുഖമില്ലെന്നും പറഞ്ഞ അവിടെ ഒറ്റക്കല്ലേ, അമ്മടത്ത് പോവാറില്ലല്ലോ, എന്നെ വിട്ട് പിരിഞ്ഞ് നിൽക്കാറില്ല. 2 ദിവസം നിൽക്കട്ടെ എന്ന് പറഞ്ഞ് പോയിട്ട് വന്നു പറഞ്ഞു. അപ്പൊ 5 ദിവസം കൂടായി പോയി. അപ്പൊ അമ്മക്ക് കുറവുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. 7 ദിവസമായില്ലേ? വിളിച്ചാ വീട്ടിൽ തന്നെയാണോ അതോ അവിടെ? പിന്നെ അവിടെ പോകാൻ അല്ലെ ഈ പെണ്ണുങ്ങളുടെ കേസായോണ്ടാണ്. പെണ്ണുങ്ങളെയും കാലാവസ്ഥ നമുക്ക് പ്രവചിക്കാനൊക്കത്തില്ല, എപ്പോഴാണ് വീഴ്ച. നീ പ്രവചിക്കണ്ട, അത് അവൾ അങ്ങനെ പോയി നിൽക്കാറില്ല, അവളെ അമ്മക്ക് തോലാത്തോണ്ട് അവിടെ പോയി നിന്നാ. കഴിഞ്ഞ ദിവസം ലുലു മാളിൽ വെച്ച് കണ്ടു. അമ്മക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനാ തിയേറ്ററിന്റെ വാതിക്കല്. ആര്? എന്റെ വൈഫ്. നീ കണ്ട? ഞാൻ കണ്ടില്ല. ആര് പറഞ്ഞു? ഓരോരുത്തർ പറഞ്ഞു. ആരാ പറഞ്ഞാരാണ്? ഗിരീഷ് മറ്റേ ചിട്ടിപ്പിരിവിന് വേണം. ഗിരീഷ് വായെടുത്താ നേരെ പറയാറുണ്ടോ? നോണയല്ലേ പറയാറുള്ളൂ. അവൻ എന്റെ അച്ഛനെ കണ്ടെന്ന് പറഞ്ഞു. എന്റെ അച്ഛൻ മരിച്ചിട്ട് എത്ര വർഷമായി? ഞാൻ പറയുന്നത് പെണ്ണുങ്ങളെ സൂക്ഷിക്കണം, നമ്മൾ ഉദ്ദേശിക്കണ പോലെ. നീ ഉദ്ദേശിക്കുന്ന ആളല്ല. ശരിയാണ്, നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്, അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ സ്വന്തം കുഞ്ഞിനെ കിണറ്റിട്ടിട്ട് കാമുവിന്റെ പോണ പെണ്ണുങ്ങളുള്ള കാലാണ്. നീ എങ്ങടെ പോണത്? അവളെ അവക്കടെ അമ്മനെ കാണാൻ സൂലാട്ടിക്കുമ്പോ അമ്മനെ അടുത്ത് പോണ്ടേ? ഒന്ന് വിളിച്ചോ. അതിന് 2 ദിവസം ഒന്നും പോയി 5 ദിവസം കൂടുതൽ. ഇപ്പോഴത്തെ കാലം വിശ്വസിക്കാനൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പറയണത്. അത് നോക്ക്. എന്ത് വർത്താനം? ഹലോ, ഇല്ലടാ ഞാൻ അങ്ങോട്ട് വരുവാ. പോയാ? നേരത്തെ പോയെന്ന് പറഞ്ഞു വിട്ടെന്ന് പറ. ഞാൻ വരാം. ഇല്ല വരുമ്പം പോരെ, അടുത്തൊരാളുണ്ടായിരുന്നു. ചക്കരമ്മ. ഓക്കെ ഇതേ വരുവാ അവര്. വൈഫാണ്, എൻ്റെ അല്ല, കൂട്ടുകാരൻ്റെ. ഇത് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലണല്ലേ, ഇങ്ങോട്ട് വന്നതല്ലേ. എടാ അതാണ് ഞാൻ ഇതൊക്കെ ശ്രദ്ധിച്ചോളണം. ഇപ്പോഴത്തെ കാലാണ്, പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ കയ്യിരിപ്പുകൊണ്ട് എൻ്റെ ഭാര്യനെ ഇട്ടിട്ട് പോയിട്ട് ഞാൻ അനുഭവിക്കണ വേദന നീയും അനുഭവിക്കണോടാ. പൊളിയണ അങ്ങ് പൊളിയട്ടെ, നീ അങ്ങനെ ഒറ്റക്ക് സൂഹിക്കണ്ട. ഒന്ന് വിളിച്ചേക്കണേ. എൻഗേജ്ഡ് ആണോ? ആരുമായിട്ടായിരിക്കും സംസാരിക്കുന്നത്? എവിടെ ഉള്ളതാണ്? ഞാൻ കുറച്ചല്ലേ. അല്ല ഇതിനുമ്പ് ഇവിടെ കണ്ടല്ലോ. അല്ല നീ ഓട്ടോറിക്ഷക്കാരനാണോ? അതൊക്കെ താഴത്തെ എത്തിയൊന്നുമല്ലല്ലോ. അല്ല ഈ ഓട്ടോറിക്ഷക്കാരനാണെങ്കിൽ നീ കാക്കിയിടുന്നില്ലല്ലോ. താഴത്തെ എത്തിയല്ലോ. ഞാൻ SI ആകാ SI ആകാതിരിക്കട്ടെ കേട്ടാ. പോ നോക്ക് നീ. വെറുതെ ചൂടെടുക്കണ, കാറ്റ് കൊള്ളണം. ഇറക്കാൻ പറയട്ടെ. നീ എവിടെയായിരുന്നു കൂടി ആദ്യം പറ. എവിടെയായിരുന്നു? അല്ല ഇതെന്തൊരു കളിയാണ്? ഞാൻ വീട്ടിൽ പോയതാണെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. 2 ദിവസം ഒന്നും പറഞ്ഞ് നീ ഇവിടെ ഒന്ന് പോയി. ഇപ്പൊ 7 ദിവസമായി, 5 ദിവസം കൂടുതൽ. ഈ 5 ദിവസം നീ എവിടെയായിരുന്നു? മനുഷ്യ അമ്മക്ക് വയ്യായിരുന്നു, ഞാൻ നോക്കാൻ നിന്നതാ. സുരേന്ദ്രൻ, നീ എന്റെ അടുത്ത് കള്ളം പറയരുത്. കള്ളത്തരല്ല, അമ്മച്ചിക്ക് പനി പിടിച്ച്. അമ്മച്ചിക്ക് പനിയല്ലേ പിടിച്ചത്, പുലിയൊന്നും പിടിച്ചില്ലല്ലോ. ഞാനിവിടെ എങ്ങനെ കഴിഞ്ഞെന്ന് നീ അറിയാം. നീ ഇങ്ങനെ കറങ്ങി അവിടെ ഒപ്പറമാള് ലുലുമാള് അങ്ങനെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നു. നമ്മുടെ പേരും നിങ്ങൾക്ക് 2 കൈയില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി തിന്നാൻ പാടില്ലേ? നിന്റെ അമ്മക്ക് അവിടെ എന്തെങ്കിലും വെച്ചുണ്ടാക്കി തിന്നൂടെ? അമ്മച്ചിക്ക് വയ്യാതെ കിടന്നിട്ട് ഞാൻ നോക്കാൻ നിന്നതല്ലേ. നിന്റെ അമ്മക്ക് 2 മക്കളുണ്ടല്ലോ, അവളുണ്ടല്ലോ. ആ ഇളയമൊക്കെ അപ്പനെ ഒന്നും നോക്കിക്കൂടെ? അതെങ്ങനെ നോക്കും മനുഷ്യ? മൂത്ത കൊച്ചിന് 2 വയസ്സ്, അതിന്റെ ഇളയന് 1 വയസ്സ്. ഇപ്പൊ ഒരെണ്ണത്തിനെ പെറ്റ് കിടക്കണ്. ഈ 3 പിള്ളേരെ ഇട്ടിട്ട് അവൾ എങ്ങനെയാണ് നോക്കണത്? എന്തോ അടി ഒരു ഗ്യാപ്പ് കൊടുക്കാൻ പറയടി, പിള്ളേരൊന്ന് വലുതാവട്ടെ. നിങ്ങൾ എന്തിനാ കുശുമ്പൂത്തണ? അവള് കൈനീട്ടി ചോദിച്ചു, ദൈവം കൈനീട്ടി കൊടുത്തു. അതിന് കൈ നീട്ടണമെന്ന് പറ, കൈ കെട്ടി അവിടെ വെറുതെ ഇരിക്കാൻ പറ. ഇല്ലാത്ത പാട് തന്നെ. അമ്മനെ നോക്കാൻ വേണ്ടി പോയാണ്. ഒരു പെണ്ണ് ഭർത്താവിനോട് പറഞ്ഞ് 2 ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് വീട്ടിലെത്തണം. അതാണ് ഉത്തമ ഭാര്യ. അതെ, നിങ്ങൾ ഇവിടെ എന്നെ കെട്ടിക്കൊണ്ട് വന്നതിന് മുമ്പ് എന്നെ പെറ്റുപോറ്റി വളർത്തിയവരാണ്. അവരെ നോക്കണ്ടേ എനിക്ക്? അതിന് പറയണം, ഭർത്താവിനോട് പറയണം ഞാൻ 7 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ, 2 ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ 5 ദിവസം എവിടെയായിരുന്നു? ഞാൻ ഇച്ചിരി താമസിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നു സംഭവിച്ചിട്ടില്ല. പെണ്ണ് അങ്ങനെ പോകാൻ പാടില്ല. പെണ്ണങ്ങനെ പോകാൻ പാടില്ലെന്നാ? നിങ്ങൾ ഏത് യുഗത്തിലാ ജീവിക്കണത്? ഒരു പെണ്ണ് ഇവിടുന്ന് എയറിൽ പോയി ജീവിച്ച് 9 മാസം, എന്നിട്ട് അവളുടെ കെട്ടിയോനൊന്നും ഇതുപോലെ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ.
വന്നപ്പോ എന്തൊരു സ്വീകരണമായിരുന്നു. സുനിത വില്യംസ്. ആ. ആ സുനിത വില്യംസ് എന്താ എയറിൽ നിന്നു. ആ എയറിൽ നിന്ന് അവര് എയറിലാണ് 9 മാസം നിന്നത്. ഞാനും ഒക്കെ എയറിൽ നിന്നിട്ടുണ്ട് ഇവിടെ. അതാരും ഇങ്ങനെ നിങ്ങൾ എയറിൽ നിന്ന വിശേഷം പറയരുത് എന്നോട്. നിങ്ങൾ എയറിൽ നിന്ന് അവിടെ കുളിക്കടവില് വീഡിയോ പിടിച്ചതിനും പെണ്ണുങ്ങളുടെ ഫോട്ടോ മോർഫ് ചെയ്തതിനും പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ടിട്ട് SI ഇങ്ങനെ കഴുത്തിൽ പിടിച്ച് ഇതിങ്ങനെ പൊക്കി പിടിച്ച് എയറിൽ നിർത്തിയത് അത് ഞാൻ കണ്ടതായിരുന്നു. എയറിൽ നിന്ന വിശേഷം പറയണ സുനിത വില്യംസ്. എന്താണ് നിങ്ങൾക്ക് എന്താ പുച്ഛം? ഒറ്റക്കല്ലല്ലോ ഒരാളും കൂടി ഉണ്ടായില്ലോ കൂടെ. ആ ഉണ്ടായി. നിന്റെ കൂടെ ആരുണ്ടായി? നിങ്ങളൊക്കെ ഇരുന്നെങ്കിൽ സംശയിച്ചു കൊന്നേനല്ല. അവരുടെ കെട്ടിയവന് അവരെ സംശയമൊന്നുമില്ല. എങ്ങനെയാണ് ജീവിച്ചെന്നറിയാവാ? 7 ദിവസം ഒന്നും പറഞ്ഞോണ്ട് പോയതാ. ബാക്കിയുള്ള ഈ 9 മാസവും ജീവിച്ചത് വല്ലപ്പോഴും കിട്ടണ ഒരു കഷ്ണം പിസ്സ അല്ലെങ്കിൽ അവരുടെ വിയർപ്പ് അവരുടെ മൂത്രമൊക്കെ ശുദ്ധീകരിച്ച് കുടിച്ചിട്ടൊക്കെയാണ് അവര് ജീവിച്ചത്. അത്രയും കഷ്ടപ്പെട്ട് നിന്ന് അവരവിടുന്ന് തിരിച്ചു വന്നപ്പം രാജ്യം സ്വീകരിക്കണം. ഭർത്താവിന് ഒരു കുഴപ്പമില്ല. ഈ ലോകം മുഴുവൻ അവരെ ആരാധിക്കണം. എന്റെ ദൈവം, എന്റെ പുറകെ ആ വില്യംസ് എന്ന് പറഞ്ഞ ചെറുക്കൻ നടന്നതാണ്. എന്നിട്ട് എന്റെ അമ്മച്ചി അപ്പന് സമ്പാദിച്ചില്ല, വേറെ ജാതിയാണെന്നും പറഞ്ഞോണ്ട്. ആ ചെറുക്കൻ എങ്ങാനും കെട്ടിയിരുന്നെങ്കിൽ എന്റെ പേര് സുനിത വില്യംസ് എന്നെങ്കിലും ആകായിരുന്നു. ഇതൊരുമാതിരി അവിഞ്ഞ പേര്. മതി അധിക പ്രസംഗം വേണ്ട. ഇനി നീ ഒറ്റക്കൊരിടത്തും പോകില്ല. നീ എവിടെ പോയാലും കൂടെ ഞാനുണ്ടാവും. ഞാൻ എവിടെ പോയാലും നീ ഉണ്ടാകണം. കേൾക്കണ്ടല്ല, വായിക്കുറിച്ചുള്ള പോലെ ഉണ്ടാക്കും. എന്ത് കാര്യത്തിന് നിങ്ങൾ എങ്ങോട്ട് പോണം? ഞാൻ ഒന്ന് ടൗൺ വരെ പോണേ. എന്താണ്? ഒന്നുമില്ല, നേരത്തെ വരുവാ. നേരത്തെ വന്നിട്ട് എന്തിനാ? എള്ള ചോറ് എന്തെങ്കിലും ഇച്ചിരി വിഷം ചേർത്ത് കലക്കി 2 പേർക്കും കൂടെ കുടിച്ച് ചാകാം. നീ കഴിച്ചിട്ട് കിടന്നു, ഞാൻ വരാൻ വൈകും. എന്റെ ഭഗവാനെ, എത്തിയാ? ഓ എത്തി കൊച്ചേ. എന്റെ പൊന്നെ, ഞാൻ ചേട്ടനോട് ചോദിക്കണായിരുന്നു ചേച്ചി വന്നില്ലേന്ന്. എങ്ങനെ വരും? അമ്മക്ക് പാടില്ലാതിരിക്കല്ല. 2 ദിവസം ഒന്നും പറഞ്ഞു പോയതാണല്ലോ. അമ്മക്ക് എങ്ങനെയുണ്ട് ചേച്ചി? അമ്മക്ക് കുറവുണ്ടടി കൊച്ചേ. അനിയത്തി ഉണ്ട് അവിടെ? അവള് പറ്റി കിടക്കണല്ലേ. എന്തായിരുന്നു ഒച്ചപ്പാട്? ഞാൻ 2 ദിവസം ഒന്നും പറഞ്ഞോണ്ട് പോയിട്ട് 5 ദിവസം കൂടുതൽ നിന്നെന്ന്. അങ്ങേർക്ക് വഴക്കിടാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ചേച്ചി. ഇവിടെ ഉണ്ട് ഒരെണ്ണം ഇതൊക്കെ തന്നെ. എന്തേത്? അവിടെ വടി വിഴിഞ്ഞ പോലെ കിടപ്പുണ്ട്. ഒന്നും പറയണ്ടേ ചേച്ചി. അയാൾക്ക് കോഴിക്കറി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കോഴീനെ മേടിച്ചിട്ടുണ്ടോ, ഞാൻ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. ഉണ്ടാക്കി കൊടുത്ത് ദേ ഇപ്പൊ കോഴിക്കറി കഴിച്ചു കഴിഞ്ഞ് കോഴീനെ കാണുമ്പോഴത്തേക്കും ഭയങ്കര വിഷമം. എടി പെണ്ണെ, അല്ലേലും കോഴിയൊന്നും ഇപ്പൊ തിന്നാൻ പറ്റൂല, ചൂടല്ലേ. ഇത്തിരി താറാവിന് മേടിച്ച് വെച്ചു കൊടുക്കാൻ മേലായിരുന്നു. അതാവുമ്പോ നല്ല തണുപ്പ. ചേച്ചി താറാവിനെ കഴിഞ്ഞ ആഴ്ച വെച്ചു കൊടുത്താണ്. അത് കഴിച്ചിട്ട് ഇത് തന്നെ താറാവിനെ കണ്ടു കഴിയുമ്പോ പിന്നെ വിഷമം. എന്നാ പിന്നെ കൊളസ്ട്രോൾ ആണെങ്കിലും ഇച്ചിരി പോത്ത് മേടിച്ച് അങ്ങോട്ട് വെച്ചു കൊടുക്കണം. ചേച്ചി പോത്ത് കൊടുത്തതാണ് ചേച്ചി. പോത്തിനെ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് പോത്തിനെ കണ്ടു കഴിയുമ്പോ കണ്ടേ കാളെ കരയണേണ്. അയാൾക്ക് അതിനെ കാണുമ്പോഴും വിഷമം. അല്ലല്ലോ, ഇതെന്തൊരു കളിയാണ് അറിയാൻ. കുടിക്കുവാ? അത് പിന്നെ ഡെയിലി ഉണ്ടല്ലോ ചേച്ചിക്ക് അറിയാലോ. ഉണ്ടല്ല, അതുണ്ട്. എന്നിട്ട് കുടിച്ചു കഴിയുമ്പോ ബീവറേജും ബാറും കാണുമ്പോ ഈ വിഷമം ഉണ്ടോ? ഈ വിഷമമൊക്കെ മാറാനാണ് കുടിക്കണെന്നാണ് അയാൾ എന്നോട് പറയണത്. അത് വല്ലാത്ത വിഷമം തന്നെ. നീ അവനെ പോലെ നിനക്കും വല്ല വിഷമം ഉണ്ടോ? ഇയാൾ എന്നെ കെട്ടിയതിന് ശേഷം എന്റെ പുറകെ നടന്ന ചെറുപ്പക്കാരെ കാണുമ്പോ എനിക്കൊരു വിഷമവും, എന്നെ കാണുമ്പോ അവർക്കും വിഷമം. ഈ മാറണ എന്റെ തലയിലായാലെന്നോർത്ത് എന്റെ വീട്ടുകാർക്കും വിഷമം. മൊത്തത്തില് വിഷമമാണ് ചേച്ചി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, നിങ്ങളുടെ വീട്ടുപേരെ സുഷമ നിവാസം എന്ന് മാറ്റിയിട്ട് വിഷമ നിവാസം എന്നാ. അതാവുമ്പോ കറക്റ്റ് ആയിട്ട് ചേരും. നീ ഒന്ന് പോവാൻ നോക്ക്, ബാക്കിയുള്ളവനെ വിഷമിപ്പിക്കാതെ. ഞാൻ പോണു, എനിക്ക് പണിയുണ്ട്. എന്താണ് മോക്കൊല്ലാണ്ടിരിപ്പുണ്ടല്ലോ? ഇല്ലടാ, വന്നല്ല, അവള് വന്നല്ല. വന്നാ? ശരി. ഞാനിതിന് കാണാത്ത വിഷമം കൊണ്ട് അങ്ങനെ അവള് വന്ന് കുറെ അധിക പ്രസംഗമൊക്കെ നടത്തി. അവള് സുനിത വില്യംസ് ശൂന്യാകാശത്തിൽ പോയ കഥയും പറഞ്ഞ് സമ്മതിക്കണോട്ടോ. അത് എന്ത്? ആരാ? മറ്റേ വില്യംസിന്. വില്യംസിനല്ല, വില്യംസ് അല്ല പോയത്, സുനിതയാണ്. അത് തന്നെ, സുനിത വില്യംസിനെ സമ്മതിക്കണം. 7 ദിവസം ഒന്നും പറഞ്ഞു പോയിട്ട് 9 മാസമാണ് അവിടെ പിടിച്ചിരുന്നത്. കേരളത്തിൽ നിന്ന് അങ്ങനെ അവർ പോയിരുന്നെങ്കിൽ കുറെ യൂട്യൂബ് ചാനലുകാർ അപ്പൊ തന്നെ ഇവിടെ വന്ന് ഇറങ്ങിയേനെ. എന്നിട്ട് അവരെ പറ്റിയുള്ള അപവാദം മുഴുവൻ പറഞ്ഞു വരുത്തി ഏത് ലോഡ്ജിലാണ് തങ്ങിയത്, സാധനം കൊണ്ടുവന്നിട്ടുണ്ടാ, ഇനി എപ്പോഴാണ് തിരിച്ചു പോണത്, ഇതൊക്കെ പറഞ്ഞ് വീട്ടിൽ കയറ്റാണ്ട് ഡിവേഴ്സ് വരെ ആക്കി കൊടുത്തേനെ. വില്യംസ് വേറെ കിട്ടിയേനെ. അങ്ങനെ വേറെ സംസ്ഥാനത്ത് പോയത് കണ്ട് അവർക്ക് മാലയൊക്കെ ഉണ്ട്, സ്വീകരണമൊക്കെ കൊടുത്തു. അതാണ് പഠിക്കേണ്ടത് നമ്മള്. എന്നാലും മോഹം ഒരു ഇവളില്ലാഞ്ഞുകൊണ്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ലല്ലോ. ഈ സ്വപ്നം കണ്ട് കിടക്കല് മാത്രമായിരുന്നു. ഉറങ്ങാണ്ട് എങ്ങനെ സ്വപ്നം കാണുന്നത്? അല്ല, ഉറക്കത്തില് ഉറങ്ങാതിരുന്ന് വെറുതെ ഇരുന്ന് ഓരോ ദിവാ സ്വപ്നം എങ്ങനെയൊന്ന് കാണും. എന്ത് സ്വപ്നം കണ്ടത്? വില്യംസിനാണോ? വില്യംസിനല്ല, ഞാനെന്തിനാ വില്യംസിന്റെ സ്വപ്നം കാണുന്നത്? അല്ല, ഞാൻ കണ്ട സ്വപ്നം എന്ന് പറഞ്ഞാ വന്നല്ല, ഞാൻ മരിച്ചുപോയി. പിന്നെ സത്യയുടെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് പോയി. സ്വർഗത്തിൽ ചെയ്യുന്നപ്പോ
ആന, അമ്പാരി, വൈൻ, മദ്യങ്ങള്, അപ്സര സുന്ദരിമാരി എന്നെ സ്വീകരിക്കാൻ നിൽക്കണം. സ്വർഗത്തിലാ? സ്വർഗത്തില് പിന്നെ വെറുതെ 7 സുന്ദരികൾ എന്നെ സ്വീകരിക്കുന്നു. അതിലൊരു പെണ്ണെന്റെ കൈ വന്ന് പിടിക്കുന്നു, ബാ മണിയറയിലേക്ക് പോകാന്ന് പറയുന്നു. കേൾക്കുമ്പോഴാണ് പിന്നെ സത്യം ഞാൻ കണ്ട സ്വപ്നോട് പറഞ്ഞത്. ആണോ? ഞാൻ ഇവള് പോയത് കള്ളല്ല, നീ പോയത് കൊണ്ട് കണ്ട സ്വപ്നമാണ്. ആ അങ്ങനെ ഞാൻ മണിയറയിലേക്ക് കയറി ലോക്ക് ചെയ്യാന്നും പറഞ്ഞ് ഇങ്ങനെ ഡോറിൽ ഇങ്ങനെ വരലമർത്തുമ്പോ ഇവള് വന്നി. അപ്പൊ ഞാനും മരിച്ച? ഞാൻ പോയ മനോവിഷമത്തില് നീ തൂങ്ങി മരിച്ചു. അയ്യോ, തൂങ്ങിച്ചെത്താൻ നരകത്തിലല്ലേ പോകും? നരകത്തില് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ടീമിന്റെ അടുത്തേക്ക് വിളി ചെന്നേക്കണ്. ഞാൻ ഇപ്പുറത്ത് നിൽക്കണ്. ആണോ? ഞാൻ സുന്ദരിയുടെ കൂടെ, ഇവള് കാലന്റെ കൂടെ. ഇവളെ കാലം വിളിച്ചുകൊണ്ട് വന്നി. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു ബാ മണിയറയിലേക്ക് പോവാന്ന് പറഞ്ഞ് ഞാൻ മണിയറയിലേക്ക് കയറി. അപ്പൊ കാലം പറയുമ്പോഴോട് പറഞ്ഞു ബാ നമുക്ക് തടവറ നമുക്ക് മണിയറയാക്കാന്ന് പറഞ്ഞ് കാലൻ വിളിയും കൊണ്ടുപോണു. എന്നാലും ഇയാളുടെ ഒരു യോഗാണ് ഞാൻ ആലോചിക്കുന്നത്. അയാള് ഭൂമിയിൽ ജീവിച്ചിരുന്നത് ഒരു സുന്ദരിയുടെ കൂടെ, മരിച്ച സ്വർഗത്തിൽ ചെന്നപ്പോഴും സുന്ദരി. യോഗം വേണം, യോഗം. ചേച്ചിയുടെ കാര്യമാണ് കഷ്ടം. ജീവിച്ചപ്പോഴും കാലന്റെ കൂടെ, മരിച്ചപ്പോഴും കാലന്റെ കൂടെ.